നമസ്കാരം. RVS മാത്സ് അക്കാഡമിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഇക്വലൻസ് റിലേഷൻ ആണ്. അപ്പോൾ ഇക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സിമെട്രിക്കും റിഫ്ലെക്സീവും ട്രാൻസിറ്റീവും ആവുന്ന റിലേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്യുവാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എക്സസൈസ് പ്രോബ്ലംസ് ഫുൾ ചെയ്ത് തീർക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇന്നത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്തുവാണ്? ഇക്വലൻസ് റിലേഷൻ, അതായത് ടൈപ്സ് ഓഫ് റിലേഷനെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ടൈപ്സ് ഓഫ് റിലേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്തൊക്കെ റിലേഷൻ പറഞ്ഞു? എംപ്റ്റി റിലേഷൻ പറഞ്ഞു, യൂണിവേഴ്സൽ റിലേഷൻ, ദെൻ റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ, പിന്നെ ഒരു റിലേഷനും കൂടെ പറഞ്ഞു, അതാണ് ഇക്വലൻസ് റിലേഷൻ. ഇക്വലൻസ് റിലേഷൻ്റെ പ്രത്യേകത എന്തുവാണ്? ഒരു റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിയും ട്രാൻസിറ്റീവും ആണെങ്കിൽ അങ്ങനത്തെ റിലേഷനെയാണ് നമ്മൾ ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ +2 തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു കണ്ടീഷൻസ് ആണിത്. നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ഒരു പുതിയ ഫോമുല പഠിക്കുമ്പം ആ ഫോമുല നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ ഇത് ഒരു നോട്ടിൻ്റെ ഏറ്റവും ഫ്രണ്ടിലത്തെ പേജിലോ അല്ലെങ്കിൽ എവിടെയാണ് ഏറ്റവും ബാക്ക് പേജിൽ നിന്നോ ഒക്കെ നിങ്ങൾ ഓരോ റിലേഷൻ, എംപ്റ്റി റിലേഷൻ, യൂണിവേഴ്സൽ റിലേഷൻ, ഈ കണ്ടീഷൻസ് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ഇക്വലൻസ് റിലേഷൻ എന്നുള്ള കണ്ടീഷനും എഴുതി വെക്കണം. കാരണം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഇനി അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകണം, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, റിഫ്ലെക്സീവ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മറിച്ച് നോക്കാനും അതുപോലെ എക്സാമിന് തൊട്ട് മുന്നേ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. നമ്മൾ ഒരു ചാപ്റ്ററിനകത്തുള്ള ഫോർമുലാസും പോയിന്റ്സും പ്രത്യേകം ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തിയിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ എക്സാമ്പിൾ ടെസ്റ്റിനകത്ത്, NCERT ടെസ്റ്റിനകത്ത് തന്നെയുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question: show that relation R in the set 1, 2, 3 given by R equal to ordered pair 1, 1, 2, 2, 3, 3, 1, 2, 2, 3 is reflexive but neither symmetric nor transitive. അതായത് നമുക്ക് ഇവിടെ ആ ഒരു സെറ്റ് തന്നിട്ടുണ്ട്, 1, 2, 3 എന്നാണ് സെറ്റ്. അതിൽ നിന്നൊരു റിലേഷൻ ഡിഫൈൻ ചെയ്ത് റിലേഷൻ സെറ്റും തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. പക്ഷേ എന്താ, അത് സിമെട്രിക്കും അല്ല ട്രാൻസിറ്റീവും അല്ല എന്നുള്ളൊരു എക്സാമ്പിളാണ്. അപ്പോൾ സിമെട്രിക്കും അല്ല ട്രാൻസിറ്റീവും അല്ല എന്നും പ്രൂവ് ചെയ്യണം, പിന്നെ റിഫ്ലെക്സീവ് ആണെന്നും പ്രൂവ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഗിവൺ സെറ്റിനെ നമുക്ക് A എന്ന് വിളിക്കാം. അപ്പോൾ ലെറ്റ് A തന്നിട്ടുള്ള ആളെ ഞാൻ A എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ് A is equal to സെറ്റ് 1, 2, 3. പിന്നെ റിലേഷൻ സെറ്റ് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനെ ഞാൻ R എന്ന് എടുത്ത് എഴുതുകയാണ്. R is equal to സെറ്റ് ordered pair 1, 1, 2, 2, 3, 3, അടുത്തെന്താ 1, 2 ആൻഡ് 2, 3 നമ്മളെടുത്ത് എഴുതി. ഇനി നമുക്ക് എന്താ ആദ്യം പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്? ഈ റിലേഷൻ സെറ്റ് റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം, എന്നിട്ട് സിമെട്രിക് അല്ല ട്രാൻസിറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ എന്തുവാണ്? നമ്മൾ നേരത്തെ പഠിച്ചതാണ്, നമ്മൾ പ്രത്യേകം എഴുതിയും വെച്ചിട്ടുണ്ട്. റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റ് A എന്ന് പറഞ്ഞ സെറ്റിനകത്തുള്ള ഏതൊരു എലമെൻറ്റിൻ്റെ അതിൻ്റെ മിറർ ഇമേജ് A, A എന്നുള്ള ഫോമിലുള്ള ഓർഡേർഡ് പെയർ ഉണ്ടായിരിക്കണം. അപ്പം നമുക്ക് ആ റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ നമ്മൾ ആദ്യമായിട്ട് പ്രോബ്ലം ചെയ്യണമല്ലേ, അപ്പോൾ ആ കണ്ടീഷൻ നമുക്കൊന്ന് തറവാൻ വേണ്ടിയിട്ട് ആ കണ്ടീഷൻ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതി വയ്ക്കുന്നത്. അപ്പം എന്തുവാണ് നമുക്ക് റിഫ്ലെക്സീവ് റിലേഷൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എക്സാമിന് എഴുതണമെന്നില്ല, ഇത് ഞാൻ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് എഴുതുന്നതാണ് കേട്ടോ. അപ്പോൾ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? A, A ഓർഡേർഡ് പെയർ A, A belongs to R for all A belongs to set A. A എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള ഓരോ എലമെന്റ് എടുത്താലും ആ എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിറർ ഇമേജ് 1, 1. അപ്പോൾ A എന്ന് പറഞ്ഞ സെറ്റിനകത്ത് ആരൊക്കെയാണുള്ളത്? 1, 2, 3. അപ്പോൾ Aക്ക് 1 എടുക്കുവാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെന്റ് എന്തൊക്കെയാണ്? 1, 1. അതുപോലെ അടുത്ത് 2 എടുക്കുവാണെങ്കിൽ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 2, 2 ആൻഡ് 3 എടുക്കുവാണെങ്കിൽ 3, 3. അത് എന്തിലുണ്ടാവണം? റിലേഷൻ സെറ്റിൽ ഉണ്ടാവണം. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഓരോന്നും ഇവിടെ എന്തൊക്കെയുണ്ട്? ഹിയർ 1, ordered pair 1, 1, ordered pair 2, 2 and ordered pair 3, 3 belongs to relation R-നകത്തുണ്ട്, Rലുണ്ട് for all 1, 2, 3 element of A. അപ്പം അങ്ങനെ എഴുതിയതിന് കുഴപ്പമില്ല. നമ്മൾ ഓരോ ഓർഡേർഡ് പെയർ ഇതിൻ്റെ കറസ്പോണ്ടിങ് Aയിലുള്ള ഓരോ എലമെൻറ്റിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1, A, എന്നുള്ള ഫോമിലുള്ള എലമെൻറ്റും നമ്മുടെ റിലേഷൻ സെറ്റിലുള്ളത് കാരണം ഈ റിലേഷൻ സെറ്റ് എന്തുവാണ്? റിഫ്ലെക്സീവ് ആണ്. Therefore R is reflexive. R എന്തുവാണ്? റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടി. ഓക്കെ, പ്രൂവ് ചെയ്യേണ്ടത് എന്തുവാണ്?
ഇനി പ്രൂവ് ചെയ്യേണ്ടത് സിമെട്രിക് അല്ല, അതുപോലെ തന്നെ ട്രാൻസിറ്റീവും അല്ല. നെയ്തർ സിമെട്രിക് നോർ ട്രാൻസിറ്റീവ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമ്മളതിൽ വീണ്ടും നമ്മുടെ ഫോമുല ഉണ്ട്. സിമെട്രിക്കിന്റെ ഫോമുല എന്തുവാണ്? എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ബി എയും എന്തായിരിക്കണം? ബിലോങ്സ് ടു ആർ ആയിരിക്കണം. നമ്മൾ ഒരു ഓർഡേഡ് പെയർ എടുത്താൽ അതിനെ തിരിച്ചെഴുതുന്ന അവസ്ഥയും ആ റിലേഷനിൽ തന്നെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലാണ് ഇത് സിമെട്രിക് ആവുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ റിലേഷൻ ഒന്ന് എഴുതി വെച്ച് ഓർമ്മിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം നമുക്ക് ബാക്കിയുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്തുവാണ്? സിമെട്രിക് റിലേഷനാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിമെട്രിക് റിലേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എൻ്റെ കണ്ടീഷൻ ഒന്ന് എഴുതി വെക്കുകയാണ്. സിമെട്രിക് റിലേഷൻ്റെ കണ്ടീഷൻ എന്തുവാണ്? ഇഫ് ഓർഡേഡ് പെയർ എ കോമ ബി ബിലോങ്സ് ടു ആർ, ദെൻ ബി കോമ എ ഓൾസോ ബിലോങ്സ് ടു ആർ. ബി കോമ എയും എന്തിലുണ്ടായിരിക്കണം? റിലേഷൻ സെറ്റിൽ ഉണ്ടാവണം. അപ്പോൾ നമുക്കത് സൈഡിൽ കറക്റ്റ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്കപ്പോൾ അതിന് ഓരോ എലമെൻ്റായിട്ട് എടുത്ത് നോക്കി വേണം ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു കാര്യം പറയാം, ഞാനിവിടെ എക്സാമ്പിൾ നിങ്ങൾക്ക് അന്ന് ചെയ്ത് തന്നപ്പോൾ ഞാൻ ഇതുപോലത്തെ 1,1, 2,2 എല്ലാത്തിനും ചെക്ക് ചെയ്തു. അപ്പോൾ ഈ സിമെട്രിക് നോക്കുമ്പോൾ മാത്രം ഇതുപോലത്തെ ഓർഡേഡ് പെയറില്ലേ, ഫസ്റ്റ് എലമെൻറ്റ് തന്നെ രണ്ടാമത് വരുന്ന പോലത്തെ, അപ്പോൾ 1,1, 2,2, 3,3 അങ്ങനത്തെ എലമെൻറ്റ്സിന് ചെക്ക് ചെയ്യേണ്ട. ചെക്ക് ചെയ്ത് നൽകാൻ ഒരെണ്ണം ഞാനിപ്പോൾ ഇവിടെ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. 1,1 ബിലോങ്സ് ടു ആർ. എങ്കിൽ തിരിച്ചെഴുതുന്നതെന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1,1 ബിലോങ്സ് ടു ആർ തന്നെയാണ്. ഓക്കെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തോളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓർഡേഡ് പെയർ സെയിം എലമെന്റിന് രണ്ടെണ്ണവും വരുന്നത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, വെറുതെ സമയം കളയണ്ട. അപ്പോൾ നമുക്ക് അല്ലാത്ത രണ്ട് എലമെന്റ്സ് എടുക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? ഇവിടുത്തെ രണ്ടാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് 1,2 ബിലോങ്സ് ടു ആർ ആണെങ്കിൽ തിരിച്ചെഴുതുമ്പം അതെങ്ങനെയാണ് വരേണ്ടത്? രണ്ടാമത്തെ എലമെന്റ് ആദ്യം വരുമ്പോൾ 2,1 ആറിൽ ഉണ്ടാവണം. 2,1 ഇവിടെ ആറിലുണ്ടോ എന്ന് നോക്കിക്കേ, ആറിനകത്ത് ഇല്ല. അപ്പം അത് തന്നെ എന്തായി? സിമെട്രിക് അല്ല എന്നുള്ളതിന് കണ്ടീഷനായി. അടുത്ത എലമെന്റ് ചെക്ക്, ഇപ്പോൾ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത എലമെന്റ് ചെക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. 2,3 ആറിലുണ്ട്, അങ്ങനെയാണെങ്കിൽ തിരിച്ചെഴുതേണ്ടത് എന്താണ്? 3,2 അതും ആറിലില്ല. അപ്പോൾ ആ എലമെന്റിൽ എടുത്താലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് എന്തല്ല? സിമെട്രിക് അല്ല. അപ്പം നമുക്ക് എന്ത് എഴുതാം? ഹിയർ 1,2 ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞാൽ മതി. നോൺ സിമെട്രിക് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഓർഡേഡ് പെയറിന്റെ എക്സാമ്പിൾ എടുത്ത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചാൽ മതി. ഹിയർ 1,2 ബിലോങ്സ് ടു ആർ, ബട്ട് 2,1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. ഇങ്ങനെ ഈ എന്നുള്ള സിമ്പിൾ ഇട്ടിട്ട് നടുക്കൂടെ വരയ്ക്കുന്നതിന് എങ്ങനെയാണ് വായിക്കേണ്ടത്? ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. അപ്പോൾ നമ്മുടെ ഈ മുകളിൽ എഴുതിയ സിമെട്രിക് റിലേഷന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. Therefore capital R is not symmetric. എന്തല്ല? ആർ എന്ന് പറയുന്നത് സിമെട്രിക് അല്ല. ഓക്കെ, ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ട്രാൻസിറ്റീവ് ആണോ എന്നാണ്. അപ്പോൾ ട്രാൻസിറ്റീവ് അല്ല എന്നാണ് പ്രൂവ് ചെയ്യാനാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇതേപോലെ എക്സാമ്പിൾ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ട്രാൻസിറ്റീവ് റിലേഷന്റെ കണ്ടീഷൻ എന്തുവാണ്? ട്രാൻസിറ്റീവ് റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്. ട്രാൻസിറ്റീവ് റിലേഷന്റെ കണ്ടീഷൻ എന്തുവാണ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇഫ് എ കോമ ബിലോങ്സ് ടു ആർ, എ കോമ ബി ബിലോങ്സ് ടു ആർ ആൻഡ് അതിനെ തിരിച്ച് ബി കോമ ഈ രണ്ടാമത് തുടങ്ങുന്ന എലമെന്റിൽ നിന്ന് അടുത്ത ഓർഡേഡ് പെയർ തുടങ്ങുന്ന രീതിയിൽ ചൂസ് ചെയ്യണം. ബി കോമ സി ഓൾസോ ബിലോങ്സ് ടു ആർ, ദെൻ എ കോമ സി ബിലോങ്സ് ടു ആർ. ഇതാണ് ട്രാൻസിറ്റീവ് റിലേഷന്റെ കണ്ടീഷൻ. അപ്പോൾ ആ കണ്ടീഷൻ നമുക്ക് ആദ്യം ഒന്ന് എഴുതി വെക്കാം. കണ്ടീഷൻ എന്തുവാണ്? എ കോമ ബി ബിലോങ്സ് ടു ആർ ആൻഡ് രണ്ടാമത് തുടങ്ങുന്ന എലമെന്റിൽ തുടങ്ങുന്ന വേറൊരു ഓർഡേഡ് പെയർ ബി കോമ സി ബിലോങ്സ് ടു ആർ, ദെൻ എ കോമ സി ബിലോങ്സ് ടു ആർ. ഇതാണ് നമ്മുടെ ട്രാൻസിറ്റീവ് റിലേഷന്റെ കണ്ടീഷൻ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ഓരോ എക്സാമ്പിളായിട്ട് എടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ നമ്മൾ ഓർഡേഡ് പെയർ 1,1 ചൂസ് ചെയ്തു എന്ന് വെച്ചു. ആദ്യത്തെ എലമെന്റ് ഫസ്റ്റ് എലമെന്റ് മുതൽ തുടങ്ങാം. അപ്പോൾ 1,1 ബിലോങ്സ് ടു ആർ. അപ്പോൾ അടുത്ത രണ്ടാമത് തീർന്ന എലമെന്റ് ഏതാണോ ആ എലമെന്റ്, രണ്ടാമത് എടുക്കുന്ന എലമെന്റ് ഏതാണോ ആ എലമെന്റിന് തുടങ്ങുന്നത് ഓർഡേഡ് പെയർ വേണം അടുത്ത് ചൂസ് ചെയ്യാൻ. അപ്പം 1ൽ തുടങ്ങുന്ന വേറെ എന്തൊക്കെയുണ്ട്? ഇവിടെ 1,1 എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 1,1 തന്നെ വീണ്ടും എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം അങ്ങനത്തെ സെയിം ആയിട്ട് വരുന്ന കേസ് ചെക്ക് ചെയ്ത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ 1,1 ബിലോങ്സ് ടു ആർ. അടുത്ത് 1ൽ തുടങ്ങുന്ന മറ്റൊരു ഓർഡേഡ് പെയർ എന്താ നമ്മൾ എടുക്കാൻ പോകുന്നത്? 1,1 തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ 1,1 ബിലോങ്സ് ടു ആർ തന്നെ. അതുകൊണ്ടാണ് ഞാൻ സെയിം ആയിട്ടുള്ളത് ചെക്ക് ചെയ്യാത്തത്. നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ളത് നോക്കാം. 1,1ൽ തുടങ്ങുന്ന വേറൊരാൾ ആരെ ഇവിടെയല്ല 1,2 ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ 1,2 ആദ്യത്തതും അവസാനത്തതും 1,2 എന്തിലുണ്ടാവണം? റിലേഷൻ സെറ്റിൽ ഉണ്ടാവണം. റിലേഷൻ സെറ്റിൽ ഉണ്ടോ നോക്കിക്കേ? ഉണ്ട്, റിലേഷൻ സെറ്റിൽ ഉണ്ട്. സോ 1,1 എന്ന് പറയുന്ന എലമെന്റ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അടുത്ത എലമെന്റ് നോക്കാം 2,2.
2,2 ബിലോങ്സ് ടു ആറാണെങ്കിൽ 2 തീരുന്ന ആരൊക്കെ ഉണ്ട് ഇവിടെ? 2,2 ഉണ്ട്, 2,3 ഉണ്ട്. ബട്ട് നമ്മൾ സെയിം ആയിട്ടുള്ള ആൾക്കാരെ എടുത്താൽ ഈ കണ്ടീഷൻ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളെ എടുക്കണം. ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളെന്ന് പറയുമ്പോൾ എന്താ? 2,3 ബിലോങ്സ് ടു ആർ. ഓക്കെ, അപ്പം നോക്കിക്കേ, ആദ്യത്തെയും അവസാനത്തെ ആൾ 2,3, ആദ്യത്തെ ആളും അവസാനത്തെ ആളെന്ന് പറയുമ്പോൾ 2,3. 2,3 എന്തിൽ തന്നെ ഉണ്ട്? റിലേഷൻ സെറ്റിലുണ്ട്. 2,3 ഓൾസോ ബിലോങ്സ് ടു റിലേഷൻ സെറ്റ്. നോക്കി, 2,3 റിലേഷൻ സെറ്റിലുണ്ട്. അപ്പം 2,2 എന്ന് പറയുന്നത് ഇനി 2ൽ തുടങ്ങുന്ന വേറെ ആരും അവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അതും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് 3,3 ആണ്. 3,3 ബിലോങ്സ് ടു ആർ എന്ന് പറയുമ്പോൾ 3ൽ സ്റ്റാർട്ട് ചെയ്യണ ആര് മാത്രമേ ഉള്ളൂ? 3,3 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കണ്ടീഷൻ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യും. വേറെ 3 തുടങ്ങുന്ന ആരും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മളത് വേറെ ചെക്ക് ചെയ്യുന്നില്ല. ഓക്കെ, 3,3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യാതെ വിട്ട കാരണം 3,3 പിന്നെ അതിനകത്തുള്ളൂ. വേറെ 3ൽ സ്റ്റാർട്ട് ചെയ്യണ ആരും ഇല്ല. അപ്പോൾ 3,3 നമ്മൾ ഇങ്ങനത്തെ എലമെന്റ്സ് ഒരിക്കലും ചെക്ക് ചെയ്ത് നോക്കാറില്ല. എന്തുകൊണ്ടാണ്? സെയിം എലമെന്റ്സ് ചെക്ക് ചെയ്ത് നോക്കിയാൽ എപ്പോഴും അത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാനുണ്ടായിരിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് ചെക്ക് ചെയ്യാത്തത്. അതുകൊണ്ട് വേറെ എലമെന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ നോക്കിയില്ല. അത് ഈ കണ്ടീഷൻ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അത് അതിനെ തന്നെ എന്തുവാ? ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നുണ്ട്. അടുത്ത എലമെന്റ് നമ്മൾ എടുക്കുകയാണ്. അത് എന്തുവാണ്? 1,2 ബിലോങ്സ് ടു ആർ. അപ്പം ഇനി എന്താ വേണ്ടത്? 2ൽ തുടങ്ങുന്ന വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കണം. 2ൽ തുടങ്ങുന്ന 2,2 ബിലോങ്സ് ടു ആറും ഉണ്ട്. അതുപോലെ 2ൽ തുടങ്ങുന്ന വേറൊരു ഓർഡേഡ് പെയർ എന്തുവാണ്? 2,3 ഉണ്ട്. നമ്മൾ അത് രണ്ടും എടുത്ത് എഴുതി വെച്ചിട്ട് വേണം ഓരോന്നുമായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 1,2 ബിലോങ്സ് ടു ആർ ആൻഡ് 2,2 ബിലോങ്സ് ടു ആർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെന്റ് ആൻഡ് ലാസ്റ്റ് എലമെന്റ് എന്ന് പറയുമ്പോൾ എന്താ? 1,2 ആറിൽ ഉണ്ടാവണം. 1,2 ആറിലുണ്ടോ എന്ന് നോക്കിക്കേണ്ട്. നമ്മൾ കുറച്ച് മുന്നേ എടുത്തതാണ് അല്ലേ? 1,2 ആറിലുണ്ട്. അപ്പോൾ അത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി 1,2 ബിലോങ്സ് ടു ആർ, രണ്ടാമത് എടുത്തേക്കുന്ന ഓർഡേഡ് പെയർ എന്തുവാണ്? 2,3 ബിലോങ്സ് ടു ആർ. ഇംപ്ലൈസ് 1,3 ആറിലുണ്ടാവണം. 1,3 ആറിലുണ്ടോ എന്ന് നോക്കിക്കേ. ഇവിടെ നോക്കുമ്പോഴേക്കും 1,3 ആറിലില്ല. അപ്പം നമുക്ക് എക്സാമ്പിൾ കിട്ടിയില്ലേ? ഇനി അടുത്ത് 2,3 എന്നുള്ള ഓർഡേഡ് പെയർ ചെക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. 1,2ഉം 2,3 എടുത്തപ്പം 1,3 എന്തിൽ വന്നില്ല? നമ്മുടെ റിലേഷൻ സെറ്റിൽ വന്നില്ല. അപ്പം ഒരു എക്സാമ്പിൾ മതി നമുക്ക്. വേണമെങ്കിൽ നിങ്ങൾക്ക് 2,3 വേണമെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. 2,3 എന്ന് പറയുമ്പോൾ 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത ആളെ എടുക്കണം. 2,3 ബിലോങ്സ് ടു ആർ. ഇത് നമ്മൾ എക്സാമിന് പിന്നെ ചെയ്ത് സമയം കളയണ്ട കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം നമുക്കിത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളെ നോക്കണമെന്നില്ല. അപ്പോൾ 2,3 ബിലോങ്സ് ടു ആർ ആണെങ്കിൽ 3 തുടങ്ങുന്ന ആരൊക്കെയുണ്ട് ഇവിടെ? 3ൽ തുടങ്ങുന്ന 3,3 ആണ്. 3,3 ബിലോങ്സ് ടു ആർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്ന് പറയുമ്പോൾ 2,3 ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 2,3 ബിലോങ്സ് ടു ആർ തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഏത് ആൾ മാത്രമാണ് നമ്മുടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാതെ ഉള്ളത്? 1,2 ബിലോങ്സ് ടു ആർ ആൻഡ് 2,3 ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് 1,3 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും പരീക്ഷയ്ക്ക് എഴുതി നോക്കണമല്ല, സൈഡിൽ എഴുതി നോക്കേണ്ട കാര്യമാണ്. ആൻസർ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ട്രാൻസിറ്റീവ് റിലേഷൻ്റെ കണ്ടീഷൻ എഴുതി വെച്ചു. എന്നിട്ട് നമ്മൾ എന്താണ് പറയണത്? ഹിയർ 1,2 belongs to R and 2,3 belongs to R. But ആദ്യത്തെ അവസാനത്തെ എലമെന്റ് ദാറ്റ് ഈസ് 1,3 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. ആർ എന്ന റിലേഷൻ സെറ്റിനകത്ത് 1,3 ഇല്ല. Therefore, capital R is not transitive. ക്യാപിറ്റൽ ആർ എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ ആയില്ല, നമ്മൾ അതിനെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എപ്പോഴും ഓർക്കുക, നോട്ട് സിമെട്രിക്, നോട്ട് ട്രാൻസിറ്റീവ്, നോട്ട് റിഫ്ലെക്സീവ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ എടുത്ത് പ്രൂവ് ചെയ്ത് കാണിച്ചാൽ മതി. അപ്പോൾ എപ്പോഴും എക്സാമിന് ഈ കണ്ടീഷൻ, ഇങ്ങനെ റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നില്ല, ഞാൻ വേറെ കളർ കൊണ്ട് എഴുതിയത് അതുകൊണ്ടാണ്. സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷനും എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ കണ്ടീഷൻസ് എഴുതിയിട്ട് നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് കാണിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് കാര്യം അറിയാം, നമുക്ക് പെട്ടെന്ന് എഴുതാനും പറ്റും. നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ അത് കാണുമല്ലോ, അപ്പോൾ നമ്മൾ തെറ്റിക്കത്തില്ല. ഓക്കെ, നമ്മൾ കുറേ പ്രോബ്ലത്തിലെങ്കിലും ഇതുപോലെ എഴുതി ശീലിക്കുമ്പം ഈ റിലേഷൻ നമ്മൾ കാണാതെ പഠിക്കാണ്ട് തന്നെ നമുക്കിത് ഓർമ്മ വന്നോളൂ. Next question. Let R be a relation defined in the set A is equal to 1, 2, 3, 4, 5, 6, 7 and R is equal to ordered pair A comma B, where both A and B are either odd or even. Show that R is an equivalence relation. Further, show that all the elements of the subset set 1, 3, 5, 7 are related to each other and all the elements of the subset 2, 4, 6 are related to each other. But no element of the subset
set 1, 3, 5, 7 is related to any element of the subset set 2, 4, 6. ഓക്കെ, ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇതെന്തോ സംഭവമാണെന്ന് വിചാരിക്കേണ്ട, നിസ്സാരമായ കാര്യമാണ്. നമുക്ക് ഓരോ പാർട്ടായിട്ടൊന്ന് വായിച്ചു നോക്കാം. ആദ്യം തന്നിരിക്കുന്ന ലൈൻ നോക്കിക്കേ. ലെറ്റ് ആർ ബി എ റിലേഷൻ. ആർ ഒരു റിലേഷനാണ്. എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കണേ? എ എന്ന് പറയുന്ന സെറ്റിനകത്ത്. ആ സെറ്റിനകത്ത് എത്ര എലിമെൻറ്റ്സ് ഉണ്ട്? ആരൊക്കെയാണ് ഉള്ളത്? എ എന്ന് പറയുന്ന സെറ്റിനകത്ത് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6, 7. ഓക്കെ, ഇനി ആർ എന്ന് പറയുന്ന റിലേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കണേ? ഇൻ ദ സെറ്റ് എ ബൈ ദ റിലേഷൻ ആർ ഇസ് ഈക്വൽ ടു, നമുക്കൊന്ന് എടുത്തെഴുതിയിട്ട് അതെന്താന്ന് നോക്കാം. ആർ ഇസ് ഈക്വൽ ടു എന്നാ പറഞ്ഞിരിക്കുന്നത്? ഓർഡേഡ് പെയർ എ, ബി സച്ച് ദാറ്റ് ബോത്ത് എ ആൻഡ് ബി ആർ എയ്തർ ഓഡ് ഓർ ഈവൻ. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓർഡേഡ് പെയർ എ, ബി ആയിരിക്കണം സച്ച് ദാറ്റ് എന്തുവാണ്? ബോത്ത് എ ആൻഡ് ബി, എയും ബിയും ഒന്നിച്ച് എന്തായിരിക്കണം? ഓടായിരിക്കണം, അല്ലെങ്കിൽ ഈവൻ ആയിരിക്കണം. അതായത് എ എന്ന് പറയുന്ന മനുഷ്യൻ ഓടാണെങ്കിൽ ബി എന്ന് പറയുന്ന ആളും എന്ത് തന്നെയായിരിക്കണം? ഓടായിരിക്കണം. എ എന്ന് പറയുന്ന ആൾ ഈവൻ ആണെങ്കിൽ ബി എന്ന് പറയുന്ന ആളും ഈവൻ തന്നെ ആയിരിക്കണം. അല്ലാതെ ഒരാൾ ഓടും മറ്റേ ആൾ ഈവനും ആവാൻ പാടില്ല. അതാണ് ഈ റിലേഷൻ്റെ പ്രത്യേകത. ബോത്ത് കണ്ടോ, ബോത്ത് എ ആൻഡ് ബി രണ്ടുപേരും ഒന്നിച്ച് പറഞ്ഞിരിക്കണം. ബോത്ത് എ ആൻഡ് ബി, അത് സ്ട്രെസ് ചെയ്യണം. ആർ എയ്തർ ഓഡ് ഓർ ഈവൻ. എ എന്തുവാ ഓടാണെങ്കിൽ ബിയും ഓടാണ്, അല്ലാതെ എ ഓട് ബി ഈവൻ എന്നല്ല പറഞ്ഞിരിക്കണതിൻ്റെ മീനിങ്. ഓക്കെ, ആ ഒരു ലൈൻ മനസ്സിലാക്കിയാൽ ബാക്കി നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ആദ്യത്തെ എലമെൻ്റ് എടുക്കാം, 1 എടുക്കാം. ഓക്കെ, 1 എന്ന് പറയുന്നത് എന്ത് തരം നമ്പറാണോ? ഓടാണോ ഈവൻ നമ്പറാണോ? 1 ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്നതെല്ലാം എന്തായിരിക്കണം? ഓഡ് നമ്പർ ആയിരിക്കണം. അപ്പോൾ 1ൻ്റെ കൂടെ 1 വരാം. പിന്നെ എന്തൊക്കെ വരാം? 1ൻ്റെ കൂടെ 3 വരാം. പിന്നെ ഇവിടെ എന്താ വരാൻ പറ്റുന്നത്? 1ൻ്റെ കൂടെ 5 വരാം. 1ൻ്റെ കൂടെ 7 വരാം. അപ്പോൾ ആ എയിലെ എലമെൻറ്റ്സ് എല്ലാം ആയില്ലേ? എയുടെ എലമെൻറ്റ്സ് ഓട് ആരൊക്കെയാണ്? 1, 3, 5, 7 അല്ലേ? അതുപോലെ ഇനി അടുത്ത രണ്ടാമത്തെ എലമെൻ്റ് ആരാണ്? 2. 2 എന്ന് പറയുന്നത് എന്ത് തരം നമ്പറാണ്? അതൊരു ഈവൻ നമ്പറാണ്. അപ്പോൾ ഈവൻ നമ്പറിൻ്റെ കൂടെ എന്തേ വരാൻ പാടുള്ളൂ? ഈവൻ നമ്പറേ വരാൻ പാടുള്ളൂ. അപ്പോൾ 2ൻ്റെ കൂടെ ആദ്യം നമുക്ക് 2 തന്നെ വരാം. 1 വരാൻ പറ്റുമോ? പറ്റത്തില്ല. 2 വരാം. 3 വരാൻ പറ്റത്തില്ല, കാരണം 3 ഓഡ് നമ്പറാണ്. 2ൻ്റെ കൂടെ ഇനി എന്തേ വരത്തുള്ളൂ? 2ൻ്റെ കൂടെ 4 വരത്തുള്ളൂ. അടുത്ത 2ൻ്റെ കൂടെ 5 വരത്തില്ല, കാരണം 5 എന്ന് പറയുന്നത് ഈ ഓഡ് നമ്പറാണ്. നമുക്ക് 2ൻ്റെ കൂടെ ഇനി 6 വരത്തുള്ളൂ. അടുത്ത നമ്പർ ഒരു ഓഡ് നമ്പറാണ്, അപ്പോൾ അത് 2ൻ്റെ കൂടെ വരത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടത്? അടുത്ത എലമെൻ്റ് ഒന്ന് എടുക്കാം. അടുത്ത എലമെൻ്റ് എന്താ? 3 ആണ്. 3 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ 3യുടെ കൂടെ എന്തൊക്കെ വരും? ഇവിടുത്തെ ഓഡ് നമ്പർ ആരൊക്കെയാണ്? 1, 3, 5, 7 ഇത്രയും ആൾക്കാർ വരും. അപ്പോൾ അതങ്ങ് എഴുതട്ടെ. 3, 1 വരാം, 3, 3 വരാം, 3, 5 വരാം, 3, 7 എല്ലാം ഓഡ് നമ്പറിനെ നിരത്തി അങ്ങ് എഴുതിയതാണ്. അടുത്ത എലമെൻ്റ് ഏതാ? അടുത്ത എലമെൻറ്റ് 4 ആണ്. അപ്പോൾ 4ൻ്റെ കൂടെ ആരൊക്കെ വരത്തുള്ളൂ? ഈവൻ നമ്പർ മാത്രം. ഈ സെറ്റിനകത്തുള്ള ഈവൻ നമ്പർ ആരൊക്കെയാണ്? 2, 4, 6 അതങ്ങ് നേരത്തെ എഴുതിക്കോളൂ. 4, 2, 4, 4, 4, 6. ഇനി എലമെൻറ്റ് തീർന്നോ? ഇല്ല. ഇനി 5, 6, 7 കിടപ്പുണ്ട്. അപ്പോൾ 5 എഴുതാം. 5 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പറാണ്. 5ൻ്റെ കൂടെ ഓഡ് നമ്പറേ വരത്തുള്ളൂ. ഇവിടുത്തെ ഓഡ് നമ്പർ എന്തൊക്കെയാണ്? 1, പിന്നെ എന്താ അടുത്ത് 3 വരാം, ദെൻ 5, 5 വരാം, ദെൻ 5, 7 വരാം. അടുത്ത നമ്പർ ഏതാണ്? 6 ആണ്. അപ്പോൾ 6 വരുമ്പോൾ ഏതൊക്കെയാണ് വരാൻ പറ്റുന്നത്? 6 ഈസ് എൻ ഈവൻ നമ്പർ. അപ്പോൾ ഈവൻ നമ്പറായിട്ട് ഇവിടെ 2 ഉണ്ട്, 4 ഉണ്ട്, then 6, 6 വരാം അല്ലേ? 6, 2, 6, 4, 6, 6 ലാസ്റ്റ് എലമെൻറ്റ് ഏതാത്? 7. അപ്പോൾ 7ൻ്റെ കൂടെ 7 ഈസ് എൻ ഓഡ് നമ്പർ. അപ്പോൾ 7ൻ്റെ കൂടെ 1 വരാം, 7ൻ്റെ കൂടെ 3 വരാം, 7ൻ്റെ കൂടെ 5 വരാം, ദെൻ 7ൻ്റെ കൂടെ 7 വരാം. തീർന്നു. ഇതാണ് നമ്മുടെ റിലേഷൻ സെറ്റ് എടുത്തെഴുതി. ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? റിലേഷൻ സെറ്റ് അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ എഴുതി. നമ്മളിതൊരു ക്വസ്റ്റ്യൻ മൊത്തം വായിച്ചിട്ടില്ല, നമ്മൾ ആദ്യത്തെ ലൈൻ വരച്ചു, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെച്ചു. ഷോ ദാറ്റ് ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാ. ബാക്കി പിന്നെ വായിക്കാം. നമുക്ക് അറിയുന്ന കാര്യം ചെയ്തിട്ട് ബാക്കിലോട്ട് പോയാൽ പോരെ. ബാക്കി വായിക്കുന്നതൊക്കെ പിന്നത്തെ കാര്യം. ഷോ ദാറ്റ് എന്ന് പറയുന്നുണ്ട്. പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആർ എന്തെന്ന് പറയണം? ഇക്വലൻസ് റിലേഷനാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അത് ആലോചിച്ചിട്ട് നമ്മളിനി മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ആ ഇക്വലൻസ് റിലേഷൻ ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വലൻസ് റിലേഷൻ്റെ കണ്ടീഷൻ എന്താ? നമ്മൾ നേരത്തെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഒരു റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആവണമെങ്കിൽ അത് റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? ഈ ആർ എന്ന് പറയുന്ന റിലേഷൻ ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന ആർ എന്ന് പറയുന്ന സെറ്റ് റിലേഷൻ റിഫ്ലെക്സീവ് ആണോ നോക്കാം. അപ്പോൾ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫോർ എവരി എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ, ഫോർ ഓൾ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ എന്ത് ആറിനകത്ത് ഉണ്ടായിരിക്കണം? എ, എ എന്ന് പറയുന്നത് റിലേഷൻ സെറ്റിനകത്ത് ഉണ്ടാവണം. ഇതല്ലേ നമ്മുടെ റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. എക്കകത്തുള്ള എലമെൻറ്റ്സ് ആരൊക്കെയാണ്? 1, 2, 3, 4, 5, 6, 7 ഇവരുടെ എല്ലാവരും എ, എന്ന് പറയുമ്പോൾ എങ്ങനത്തെ എത്ര ആൾക്കാരാണ്? 1, 1, 2, 2, 3, 3, 4, 4, 5, 5,
6,6 7,7 ഈ ആൾക്കാർ റിലേഷൻ സെറ്റിൽ ഉണ്ടാവണം. റിലേഷൻ സെറ്റിൽ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ 6 എന്തായി റിഫ്ലെക്സീവായി. അപ്പോൾ അതിങ്ങനെ നമുക്ക് എക്സാമ്പിളായിട്ട് കാണിക്കണമെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കണ്ടീഷൻ എഴുതി അങ്ങ് നിർത്തിയാലും മതി. സിൻസ് ordered pair 1,1 2,2 3,3 4,4 5,5 6,6 and 7,7 belongs to R. R is reflexive. R എന്താണ്? റിഫ്ലെക്സീവ് ആണ്. ഇങ്ങനെ അല്ല എങ്കിൽ ഒരൊറ്റ വേർഡിൽ ഈ മുകളിൽ എഴുതിയിരിക്കുന്ന ഒരു കണ്ടീഷൻ മാത്രം മതി. R is reflexive since for all a belongs to a also belongs to a എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ ഇതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. ഇങ്ങനെ എടുത്ത് എക്സാമ്പിൾ എഴുതി കാണിക്കണമെന്നില്ല. നമുക്ക് നോട്ട് ട്രാൻസിറ്റീവ്, നോട്ട് സിമെട്രിക് എന്നൊക്കെ കാണിക്കുമ്പോഴാണ് എക്സാമ്പിൾ എടുത്ത് കാണിക്കണമെന്ന് നിർബന്ധമുള്ള. നമുക്ക് അങ്ങനെ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് കാണിച്ചാൽ മതി. അതിപ്പം മനസ്സിലാക്കും. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ ഓരോന്നിനും എക്സാമ്പിളായിട്ട് എടുത്ത് കാണിക്കാൻ കാരണം എന്തുവാണ്, അവിടെ എനിക്ക് റിഫ്ലെക്സീവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് നോട്ട് സിമെട്രിക്കും നോട്ട് ട്രാൻസിറ്റീവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ഞാൻ അന്ന് എക്സാമ്പിൾ എടുത്ത് കാണിച്ചത്. ഇപ്പോൾ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക്, ഇവിടെ ഇപ്പോൾ നമുക്ക് ഇക്വലൻസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാനല്ലേ. അപ്പോൾ അങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ട് എക്സാമ്പിൾ എടുത്ത് കാണിക്കേണ്ട, പ്രൂവ് ചെയ്ത് കാണിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോളണം. അതുകൊണ്ടാണ് ഞാൻ അടുത്ത പ്രാവശ്യം മുതൽ എക്സാമ്പിൾ എടുക്കാണ്ട് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത് നമ്മൾ എന്താ റിഫ്ലെക്സീവ് കഴിഞ്ഞ് പഠിച്ചത്? റിഫ്ലെക്സീവ് മാത്രമായാൽ പോരല്ലോ, സിമെട്രിക്കും ആയിരിക്കണം അല്ലേ. അപ്പോൾ സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ആദ്യം ഒന്ന് എഴുതി വെക്കാം. സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ എഴുതി വെച്ചിട്ട് നമ്മൾ അത് വെച്ച് തന്നെ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ എന്തുവാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഇഫ് A, B belongs to R, then ആരും ആറിലുണ്ടാവണം, അയാൾ തിരിച്ചെഴുതുന്നത് B, Aയും ആറിനകത്ത് ഉണ്ടാവണം. ഇതാണ് സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ. നമുക്കിവിടെ A, B ആറിലുണ്ടെന്ന് വിചാരിക്കാം. എക്സാമ്പിളായിട്ട് എടുത്ത് നോക്കിയില്ലെങ്കിൽ കാര്യമില്ല, കാരണം ആണെന്ന് പ്രൂവ് ചെയ്യാൻ, R is സിമെട്രിക് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഡെഫിനിഷൻ എഴുതി കാണിച്ചാലും മതി. A, B belongs to R എന്ന് പറഞ്ഞാൽ ഈ തന്നേക്കുന്ന ഈ കണ്ടീഷൻ അനുസരിച്ച് R എന്ന് പറഞ്ഞാൽ എന്തെന്നാ തന്നേക്കുന്നത്? ഓർഡേഡ് പെയർ A, B എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താ? ബോത്ത് A and B are either odd or even. അപ്പോൾ അത് എഴുതിയാൽ മതി. വിച്ച് ഇംപ്ലൈസ് ബോത്ത്, അത് എഴുതാൻ മറന്നു വരുത്, ബോത്ത് A and B are either odd or even. ഓക്കെ, അപ്പം ബോത്ത് A and B are either odd or even എന്ന് പറഞ്ഞാൽ തിരിച്ച് നമുക്ക് എഴുതി കൂടെ. A തന്നെ ആദ്യം പറയണമെന്ന്, രണ്ടും ഇപ്പോൾ A ഈവൻ ആണെങ്കിൽ Bയും ഈവൻ ആണ്, A ഓഡ് ആണെങ്കിൽ Bയും ഓഡാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് തിരിച്ച് എങ്ങനെ എഴുതാം? വിച്ച് ഇംപ്ലൈസ് ബോത്ത്, ആദ്യം B പറഞ്ഞോളൂ, ആദ്യം B then A are either odd or even. both B and A are either odd or even ആണെങ്കിൽ A, B belong എന്തുവാ ഓർഡേഡ് പെയർ A, B എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അങ്ങനെ ഒരു ഓർഡേഡ് പെയർ എടുത്താൽ അതിൽ രണ്ടുപേരും ഓടായിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും ഈവൻ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറഞ്ഞു B, A എന്ന് പറയുന്നതിനകത്ത് രണ്ടുപേരും ഓടാണ് അല്ലെങ്കിൽ രണ്ടുപേരും ഈവൻ ആണ്. സോ ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഇംപ്ലൈസ് B, A belongs to R അല്ലേ. A, B belongs to R ആണെങ്കിൽ ഇതാണ് ഡെഫിനിഷൻ എങ്കിൽ ഇതേ ഡെഫിനിഷനെ തിരിച്ചിങ്ങനെ എഴുതിയത് കാരണം ഇതിന് നമുക്ക് ഈക്വൽ ടു ഇങ്ങനെ എഴുതിക്കൂടെ? B, A belongs to R. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തല്ലോ. Therefore R is symmetric. ഇല്ല, ഇനി എക്സാമ്പിൾ എടുത്ത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഓരോ എലമെൻ്റ് ആയിട്ട് നമ്മൾ എടുത്ത് പ്രൂവ് ചെയ്യണം. 1,1 1,3 ഇത്രയും എലമെൻറ്റ്സ് ഉള്ളപ്പോൾ അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആദ്യം ഈ സിമെട്രിക്കിൻ്റെയൊക്കെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രോബ്ലം എടുത്ത് പ്രൂവ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ശരിക്കും നമുക്ക് എക്സാമിന് പക്ഷേ ചോദിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം എന്തുവാണ്? പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം ഇതുപോലെ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ പറയും. ഇതുപോലെ അത് കണ്ടീഷൻസ് ഉണ്ട്, ഇത് കണ്ടീഷൻ പ്രൂവ് ചെയ്താൽ മതി. വെറുതെ എക്സാമ്പിൾ എടുത്ത് ഓരോന്നായിട്ട് കാണിക്കേണ്ട കാര്യമില്ല. ബട്ട് നോട്ട് സിമെട്രിക് എന്നൊക്കെയുള്ള രീതിയിലാണ് ചോദിക്കണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിളൂടെ അവിടെ കോട്ട് ചെയ്യേണ്ടി വരും. ഇനി എന്ത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള? തീർന്നില്ല, സിമെട്രിക്ക് മാത്രമല്ലേ ഉള്ളൂ. ഇനി നമുക്ക് ഒരാളെ കൂടെ പ്രൂവ് ചെയ്യാനുണ്ടല്ലോ. അത് എന്തുവാണ്? ട്രാൻസിറ്റീവ് ആണെന്ന് കാണിക്കണം അല്ലേ. അപ്പോൾ ട്രാൻസിറ്റീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ എന്തുവാണ്? നമുക്ക് ആദ്യം ആ കണ്ടീഷൻ ഒന്ന് എഴുതാം. ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ എന്തുവാണ്? ഇഫ് A, B belongs to R and B, C belongs to R, then A, C also belongs to R. ഇതാണ് ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ. ഈ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ആവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കിക്കേ, നമുക്ക് ആദ്യം A, B belongs to R and B, C belongs to R. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? A, B belongs to R എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഡെഫിനിഷൻ അനുസരിച്ച് ബോത്ത് A and B are either odd or even. എന്താ അർത്ഥം? ബോത്ത് A and B are either
odd or even, and both B and C belongs to R. Both B and C are either odd or even. നോക്കിക്കേ, എയും ബിയും ഓഡ് ഓർ ഈവൻ ആണ്, ബിയും സിയും ഓഡ് ഓർ ഈവൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ദിസ് വിച്ച് ഇംപ്ലൈസ് എ കോമ ബി കോമ സി ആർ either odd or even. ഓക്കെ, എ കോമ ബി കോമ സിയും എന്ത് തന്നെയാണ്? എയ്തർ ഓഡ് ഓർ ഈവൻ. നമുക്ക് ആവശ്യമുള്ള എയും സിയും അതിനകത്ത് വന്നല്ലോ. വിച്ച് ഇംപ്ലൈസ് നമുക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് എന്തെന്ന് എടുത്ത് എഴുതാം? എ കോമ ബി കോമ സി ആർ എയ്തർ ഓഡ് ഓർ ഈവൻ എന്ന് പറഞ്ഞത് കാരണം നമുക്ക് എന്ത് എഴുതാം? അതെ, വിച്ച് ഇംപ്ലൈസ് ബി അങ്ങ് പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ആരൊക്കെയാണ്? വിച്ച് ഇംപ്ലൈസ് എ ആൻഡ് ബോത്ത് എ ആൻഡ് സി ആർ എയ്തർ ഓഡ് ഓർ ഈവൻ. ഈ ഒരു സ്റ്റെപ്പ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഈ സ്റ്റെപ്പ് തന്നെ നമ്മൾ മുകളിൽ എഴുതിയിരിക്കുന്നത് എ ബി ആൻഡ് സി, വിച്ച് ഇംപ്ലൈസ് എ ബി ആൻഡ് സി ആർ എയ്തർ ഓഡ് ഓർ ഈവൻ എന്ന് എഴുതിയിട്ട് അടുത്ത പ്രാവശ്യം ഇത് എഴുതിയാലും മതി. വിച്ച് ഇംപ്ലൈസ് എന്താ? എ ഓർഡേഡ് പെയർ എ കോമ സി ആർ എയ്തർ ഓഡ് ഓർ ഈവൻ. ദേ കഥ എത്തിക്കഴിഞ്ഞില്ലേ? എ കോമ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി കോമ സി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എ കോമ സി belongs to R. എ കോമ സി, സോറി ഞാൻ ഇവിടെ ഈ സ്റ്റെപ്പ് അല്ല എഴുതാൻ ഉദ്ദേശിച്ചത്. ബോത്ത് എ ആൻഡ് സി ആർ എയ്തർ ഓഡ് ഓർ ഈവൻ എന്ന് പറഞ്ഞാൽ എന്താ വരേണ്ടത് നമുക്ക്? വിച്ച് ഇംപ്ലൈസ് എ കോമ സി ബിലോങ്സ് ടു ആർ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ടീഷൻ വന്നു? ആർ എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ പ്രൂവ് ചെയ്തു? റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്തു, സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്തു, അടുത്തെന്തും നമ്മൾ പ്രൂവ് ചെയ്തു? ട്രാൻസിറ്റീവ് ആണെന്നും പ്രൂവ് ചെയ്തു അല്ലേ? therefore അല്ലെങ്കിൽ സിൻസ് ക്യാപിറ്റൽ ആർ ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഇതെല്ലാം ഇത് കാരണം ആർ എന്താണ്? ക്യാപിറ്റൽ ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് എന്തുവാണ്? ഒരു ഇക്വലൻസ് റിലേഷനാണ്. ഓക്കെ, പ്രൂഫായില്ലേ? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ ബാക്കി വായിച്ചു നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ്റെ ബാക്കി പാർട്ട് നോക്കാവേ. അപ്പോൾ ബാക്കി പാർട്ടിൽ നിന്ന് വായിച്ച് നോക്കിക്കേ. Further, show that all the elements of the set 1, 3, 5, 7 are related to each other, and all the elements of the subset 2, 4, 6 are related to each other. Okay, നമുക്ക് ബാക്കി പിന്നെ വായിക്കാം. ഇപ്പം എന്താ പറഞ്ഞേക്കണേന്ന് പറഞ്ഞാൽ 1, 3, 5, 7 എന്ന് പറയുന്ന ഈ സെറ്റും 2, 4, 6 എന്ന് പറയുന്ന സെറ്റിനും സബ്സെറ്റുകൾ ഉണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് റിലേറ്റഡ് ടു ഈച്ച് അതർ ആയിരിക്കും. അതായത് ഈ 1, 3, 5, 7 എന്ന് പറയുന്ന എന്തുവാ സബ്സെറ്റ്, അതിൻ്റെ സബ്സെറ്റ് റിലേറ്റഡ് ടു ഈച്ച് അതർ ആയിരിക്കും. അത് ഉറപ്പായിട്ട് റിലേറ്റഡ് ആയിരിക്കും. കാരണം എന്താണെന്ന് പറയട്ടെ, ഈ 1, 3, 5, 7 എന്ന് പറയുന്ന സെറ്റിനകത്ത് എന്ത് തരം എലമെൻസേ ഉള്ളൂ? ഓഡ് നമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ ഇതിൽ നിന്നുണ്ടാക്കുന്ന റിലേഷൻ സെറ്റിൻ്റെ കണ്ടീഷൻ ഇതാണ്. അപ്പോൾ ഈ 1, 3, 5, 7 നിന്നുണ്ടാകുന്ന റിലേഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 1, 1, 1, 3, 1, 5, 1, 7, 3, 1, 3, 3, 3, 5, 3, 7, 5, 1, 5, 3, 5, 5, 5, 7, 7, 1, 7, 3, 7, 5, 7, 7 എന്നുള്ളതാണ് ഇതിൽ നിന്നുണ്ടാകുന്ന റിലേഷൻ സെറ്റ്. അപ്പോൾ ആ റിലേഷൻ സെറ്റ് എന്ന് പറയുന്നത് അതാണ് ഇതിൽ നിന്നുണ്ടാകുന്ന റിലേഷൻ സെറ്റ്. എന്നിട്ട് ആ റിലേഷൻ സെറ്റിന് എന്ത് സബ്സെറ്റ് എടുത്താലും അതെല്ലാം എന്തായിരിക്കും? റിലേറ്റഡ് ടു ഈച്ച് അതർ, പരസ്പരം റിലേറ്റഡ് ആയിരിക്കും. കാരണം എന്താ? ഈ 1, 3, 5, 7 എല്ലാം ഓഡ് നമ്പർ ആയത് കാരണം അതിന് എത്ര സബ്സെറ്റ് ഉണ്ടാക്കി, അതിലെല്ലാ റിലേഷൻ സെറ്റ് ഉണ്ടാക്കിയാലും അതിനകത്ത് വരുന്ന ഓരോ ഓർഡേഡ് പെയറും എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതേപോലെ തന്നെ 2, 4, 6 എന്ന് പറയുന്ന സെറ്റ് എടുത്താൽ 2, 4, 6 എന്ത് തരം എലമെൻറ്റ്സ് ആണുള്ള? ഈവൻ നമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ റിലേഷൻ സെറ്റ് ഫോം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്? 2, 2, 2, 4, 2, 6, 4, 2, 4, 4, 4, 6, 6, 2, 6, 4, 6, 6. അപ്പോൾ അത്രയും മാത്രം ചേർന്നിട്ടായിരിക്കും അതിൻ്റെ റിലേഷൻ സെറ്റ് ഉണ്ടാവുന്നത്. ഇത്രയും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പം ഇതിൻ്റെ സബ്സെറ്റ് 2, 4, 6ൻ്റെ എന്ത് സബ്സെറ്റ് എടുത്താലും അതിൽ നിന്നുണ്ടാവുന്ന റിലേഷൻ സെറ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് എന്ത് തന്നെയായിരിക്കും? റിലേറ്റഡ് ടു ഈച്ച് അതർ ആയിരിക്കുമല്ലോ. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ്? 2, 4, 6 ഈവൻ നമ്പർ മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ആ വേർഡ്സിൽ എഴുതിയാൽ മതി. കാര്യം മനസ്സിലാക്കിയിട്ട് ഇത് ഒരൊറ്റ ലൈനിൽ എഴുതി തീർത്താൽ മാത്രം മതി. ഇതെങ്ങനെ നമ്മൾ എഴുതും? നമുക്കറിയാം, സിൻസ് എന്തുവാണ്? സിൻസ് ഓൾ ദ എലമെൻറ്റ്സ് എവിടെയുള്ള ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ദ സബ്സെറ്റ് since all the elements of the subset
1, 3, 5, 7. നമ്മൾ എ എന്ന് പറയുന്ന സെറ്റിൻ്റെ സബ്സെറ്റാണ് 1, 3, 5, 7 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സബ്സെറ്റ് വീണ്ടും എടുത്താലും അതിലുള്ള എല്ലാ എലമെൻസും എന്താണ്, ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. കാരണം ഇനി പറയാം, ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. എന്തുകൊണ്ടാണ് റിലേറ്റഡ് ടു ഈച്ച് അതർ എന്ന് നമ്മൾ പറയണേ? സിൻസ് ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ദ സബ്സെറ്റ് ആർ ഓഡ്. സിൻസ് നേരത്തെ പറഞ്ഞല്ലേ, അല്ലെങ്കിൽ കൂടെ സിൻസ് ഓൾ ദ എലമെൻറ്റ്സ് are odd. Since all the elements of this subset, ഈ സബ്സെറ്റിലുള്ള എല്ലാ എലമെൻറ്റും എന്താണ്, ഓഡ് ആയത് കാരണം ഇതിൻ്റെ റിലേഷൻ, ഈ സബ്സെറ്റിൻ്റെ റിലേഷൻ സെറ്റ് ഉണ്ടാക്കിയാലും അവ പരസ്പരം റിലേറ്റഡ് ആയിരിക്കും. ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ദി സബ്സെറ്റ് 1, 3, 5, 7 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ സിൻസ് ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ദി സബ്സെറ്റ് ആർ ഓഡ്. കാരണം ഈ 1, 3, 5, 7 എന്ന് പറയുന്ന ആ സെറ്റിൻ്റെ റിലേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും ആൾക്കാർ പോയിട്ട് ബാക്കി ഇതാണ് എൻ്റെ റിലേഷൻ സെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, 1, 1, 1, 3, 1, 5, 1, 7, 3, 1, 3, 3, 3, 5, 7, 3, 7 എല്ലാം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? ഓഡ് നമ്പർ തന്നെയാണ് എല്ലാം വരുന്നത്, അത്രേ ഉള്ളൂ. ഇതേപോലെയാണ് അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? സിൻസ് ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ദ സബ്സെറ്റ്, സിൻസ് ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ദ സബ്സെറ്റ്, ഏത് സബ്സെറ്റാണ് രണ്ടാമത് പറഞ്ഞിരിക്കണേ? ഈവൻ നമ്പർ മാത്രമുള്ള സബ്സെറ്റ് അല്ലേ? ഏതാ? 2, 4, 6 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. എന്തുകൊണ്ടാണ് സിൻസ് ഓൾ ദ റിലേറ്റഡ് ടു ഈച്ച് അതർ ആസ് ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ദിസ് സബ്സെറ്റ് ആർ ഈവൻ. ഈ സബ്സെറ്റിലുള്ള എല്ലാ എലമെൻറ്റ്സ് ഈവൻ ആയത് കാരണം ഇതിൽ നിന്നുണ്ടാകുന്ന റിലേഷൻ സെറ്റിനകത്ത് ഉള്ള എന്തുവാണ്, നമ്മുടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ എല്ലാം റിലേറ്റഡ് ടു ഈച്ച് അതർ ആയിരിക്കും. കാരണം ഞാൻ നേരത്തെ കാണിച്ചതില്ല, ഇങ്ങനെ കൈ മറച്ചു വെച്ച് കാണിച്ചതില്ലേ, ഇതാണ് ആ സെറ്റിൽ നിന്നുണ്ടാവുന്ന റിലേഷൻ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്, അടുത്ത് പറഞ്ഞേക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഇവിടെ വെച്ച് ഈ കണ്ടീഷൻ തീർന്നു അല്ലേ? ബട്ട് നോ എലമെന്റ്സ് ഓഫ് ദ സബ്സെറ്റ് 1, 3, 5, 7 ഈസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഓഫ് ദ സബ്സെറ്റ് 2, 4, 6. അത് സത്യം തന്നെ, നമുക്കും അറിയാം. ഈ 1, 3, 5, 7 എന്ന് പറഞ്ഞ ഈ സബ്സെറ്റും 2, 4, 6 എന്നുള്ള സബ്സെറ്റും നമ്മളൊരു A cross B ഫൈൻഡ് ചെയ്തെന്ന് വെച്ചു. ഇത് രണ്ടും കൂടി ഒരു ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ 1, 2, 1, 4, 1, 6 അങ്ങനെയല്ലേ വരിക? അത് നമ്മുടെ ഈ റിലേഷൻ സെറ്റിൽ അതിനകത്തുനിന്ന് ഈ റിലേഷൻ സെറ്റ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഒരു എലമെന്റെങ്കിലും എഴുതാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന കണ്ടീഷൻ ഓക്കെയാണ്. കാരണം 1, 3, 5, 7 എന്ന് പറയുന്നതിനകത്ത് ഓഡ് നമ്പർ മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് ഈവൻ നമ്പർ മാത്രമേ ഉള്ളൂ. ഇത് തമ്മിലൊരു റിലേഷൻ സെറ്റ് ഉണ്ടാക്കിയാൽ ഇതുപോലെ രണ്ടുപേരും ഈവൻ അല്ലെങ്കിൽ രണ്ടുപേരും ഓഡ് എന്നുള്ള കണ്ടീഷനിൽ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഇവ തമ്മിൽ എന്താവില്ല, റിലേറ്റഡ്, ഒരു എലമെന്റുമായിട്ട് റിലേറ്റഡ് ആവത്തില്ല. ഓക്കെ, അപ്പം അത് നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇങ്ങനെ എഴുതി നിർത്താം. നമുക്കിങ്ങനെ എക്സാമ്പിളായിട്ട് എഴുതി കാണിക്കണ്ട. ഓൾസോ നോ എലമെന്റ് ഓഫ് ദ സബ്സെറ്റ് 1, 3, 5, 7, no element of the subset set 1, 3, 5, 7 can be related to any element of 2, 4, 6. എന്തുകൊണ്ടാവില്ല? ആസ് the elements of, കാരണം as the elements of set 1, 3, 5, 7 are odd, while the elements of set 2, 4, 6 are even. ഇത്രയേ ഉള്ളൂ. കഥ എഴുതി നിർത്തിയാൽ മാത്രം മതി. നമുക്ക് കാര്യം മനസ്സിലാക്കിയാൽ മതി. നമ്മളതിൻ്റെ എക്സാമ്പിൾ എഴുതി കാണിക്കേണ്ട കാര്യമില്ല. ഒന്നുകൂടെ പറയാം, എന്തുകൊണ്ട് ഇവിടെ റിലേറ്റഡ് ആവാത്തതിന് കാരണം 1, 3, 5, 7 എന്ന് പറയുന്നതിനകത്ത് ഓഡ് നമ്പർ മാത്രവും 2, 4, 6 എന്ന് പറയുന്നതിനകത്ത് ഈവൻ നമ്പർ മാത്രമാണുള്ളത്. അപ്പോൾ ഇവ തമ്മിൽ ഒരു റിലേഷൻ സെറ്റ് ഉണ്ടാക്കിയാൽ അതിനകത്ത് 1, 2, 1, 4, 1, 6 അങ്ങനെയാണ് വരിക. അത് നമ്മുടെ ഈ റിലേഷൻ സെറ്റിന് പറ്റത്തില്ല. കാരണം ഇവിടുത്തെ റിലേഷൻ സെറ്റ് എന്താണ്? ബോത്ത് എ ആൻഡ് ബി ആർ ഏത് ഓഡ് ഓർ ഈവൻ ആയിരിക്കണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അതാണ് നമ്മൾ ഈ വേർഡ്സിൽ എഴുതി നിർത്തിയിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്, പ്രയാസമുള്ള ക്വസ്റ്റ്യൻ അല്ല. പക്ഷേ ക്വസ്റ്റ്യൻ ഇങ്ങനെ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ കുറേ ഉള്ളത് കാരണം വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ,
നമ്മളിന്ന് മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലംസ് ചെയ്തു. അപ്പം വലിയ ദൈർഘ്യമുള്ള വീഡിയോ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 2-3 പ്രോബ്ലം ആകുമ്പോഴേക്കും ഞാൻ നിർത്തുന്നത്. അടുത്ത ദിവസം തന്നെ ബാക്കിയുള്ള പ്രോബ്ലംസിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ എഴുതുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം.